പൊന്നുരുളിയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും ദീപാവലിക്ക് എൻ്റെ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. വെറും ഉണ്ണിയപ്പമല്ല, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. ഈ സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും കുറച്ച് സീക്രട്സും ഒക്കെ ഞാൻ ഇടയ്ക്കിടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണും. നിങ്ങൾ ഓരോരുത്തരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് തയ്യാറാക്കുന്നു. എള്ളും ജീരകവും ഒന്നിച്ച് കഴുകി തോരാൻ വയ്ക്കുന്നു. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു പകുതി മൂപ്പാകുന്ന സമയത്ത് അതിലേക്ക് എള്ളും ജീരകവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മൂപ്പിക്കുക. തേങ്ങാക്കൊത്തൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ആക്കുക. ഒരു 10-15 ഏലക്ക ചീനച്ചട്ടിയിൽ വെറുതെ ഇട്ടൊന്ന് മൂപ്പിക്കുക. നെയ്യോ മറ്റൊന്നും ചേർക്കണ്ട. ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ അത് പഞ്ചസാര കൂട്ടി മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഞങ്ങളുടെ ഈ സോഫ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് പാളയംകോടൻ പഴം. നല്ലപോലെ പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതൊരു 10 എണ്ണം ചെറുതായതുകൊണ്ട് എടുത്തിട്ടുണ്ട്. 2 അരിയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. 6-7 പഴങ്ങൾ എടുത്താലും മതി. പഴം നല്ലൊരു ഫ്ലേവറും സോഫ്റ്റ്നെസ്സും ഉണ്ണിയപ്പത്തിന് തരും. പഴത്തിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ എണ്ണം കുറയ്ക്കും. പഴം നല്ല വെണ്ണ പോലെ അരയ്ക്കുന്നു. തലേ ദിവസം തന്നെ കുതിർത്തിട്ടിരുന്ന പച്ചരിയാണിത്. 2 അരി എടുത്തിട്ടുണ്ട്. വെള്ളം ഊറ്റി വെച്ചിരുന്ന അരി നന്നായി പൊടിച്ചെടുക്കുന്നു. ഇനി നിങ്ങൾ വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി ലൂസായ മാവാവരുത്. ഞങ്ങളുടെ ഉണ്ണിയപ്പത്തിന്റെ മറ്റൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് മൈദ. ഏകദേശം 1 കപ്പ് മൈദ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കലക്കിയെടുക്കുന്നു. ഒത്തിരി വെള്ളമായി പോവേണ്ടതില്ല, പക്ഷെ കട്ടകളില്ലാതെ കലക്കിയെടുക്കുക. പൊടിച്ചു വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ഒരല്പം വെള്ളവും ഈ മൈദ കലക്കിയതും കൂടി ഒഴിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടിയപ്പപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. മൈദയും ഒഴിച്ച ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കുഴയ്ക്കുക. കട്ടകളൊന്നുമില്ലാതെ കുറേശ്ശെയായി മാത്രം വെള്ളം ചേർത്ത് അധികം ലൂസാവാതെ വീഡിയോയിൽ കാണിക്കുന്ന പരുവത്തിൽ മാവുണ്ടാക്കുക. നെയ്യ് ഫ്ലേവറും സോഫ്റ്റ്നെസ്സും തരുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 2 അരിയും 10 പഴവും എന്നതൊഴിച്ച് ബാക്കി എല്ലാം തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയും മറിച്ചും ചേർക്കാവുന്നതാണ്. ശർക്കര നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ക്രമീകരിച്ച് കുറേശ്ശെയായി ചേർക്കാം. നെയ്യുടെ അളവും വെള്ളത്തിൻ്റെ അളവും ഒക്കെ അങ്ങനെ തന്നെ. ഒരുപാട് ലൂസായി പോവാത്ത വിധം വെള്ളം പതിയെ ഒഴിച്ചു കൊടുത്താൽ മതി. അമ്മൂമ്മമാരുണ്ടാക്കുന്ന മിക്ക റെസിപ്പികൾ പോലെ ഇതും കൈക്കണക്കും മനക്കണക്കും ഒക്കെയാണ്, അല്ലാതെ കൃത്യമായ അളവും തൂക്കവും ഒന്നുമില്ല. പഴമരച്ചതും ശർക്കരയും എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കുന്നു. പഞ്ചസാര ചേർത്ത് തൊലി കൂട്ടി പൊടിച്ച ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നു. അതോടൊപ്പം വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, എള്ള, ജീരകം എന്നിവയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. ഇനി ഉണ്ണിയപ്പം ചുട്ടെടുത്താൽ മാത്രം മതി. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അധികം വെള്ളമാവാതെ പാകത്തിന് കൊഴുപ്പോടുകൂടി തയ്യാറായി. ഒരുപാട് വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുമില്ല. പഴത്തിൻ്റെയും ശർക്കരയുടെയും മറ്റും വെള്ളമാണിതിൽ കൂടുതൽ, അതുകൊണ്ട് തന്നെ കൊഴുപ്പും ഉണ്ട്. പല ആവർത്തി കൈകൊണ്ടും തവികൊണ്ടും ഒക്കെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തതുകൊണ്ട് ഫ്ലഫിയായ നല്ല എയറേറ്റഡ് ആയ ഉണ്ണിയപ്പമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉണ്ണിയപ്പം ഇനി ചുട്ടെടുക്കാം. ഇവിടെ ഉണ്ണിയപ്പച്ചട്ടി നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ നെയ്യ് തടവി മാറ്റി വെച്ചിരുന്നതാണ്. ഇല്ലെങ്കിൽ ഇളകി വരാൻ പ്രയാസമുണ്ടാവും. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം തവിയിൽ കുറേശ്ശെയായി മാവെടുത്ത് ഓരോ കുഴികളിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നു. കുഴികളിൽ ഒരുപാട് നിറയത്തക്ക വിധം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉണ്ണിയപ്പം ചുടലൊന്ന് ഫാസ്റ്റ് ആക്കാനായി ഒരു ട്രിക്ക് ഞങ്ങൾ ചെയ്യാറുണ്ട്. മറ്റൊരു ചീനച്ചട്ടിയിൽ ഉണ്ണിയപ്പം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ചൂടാക്കുന്നു. എന്നിട്ട് പകുതിയോളം മൂത്ത ഉണ്ണിയപ്പങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ വറുത്തെടുക്കുന്നു. ഈ സമയം ഉണ്ണിയപ്പച്ചട്ടിയിൽ പുതിയ ഉണ്ണിയപ്പങ്ങളും വറക്കാം. ചീനച്ചട്ടിയിലെ ഉണ്ണിയപ്പങ്ങൾ മൂക്കുമ്പോഴേക്കും ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് വീണ്ടും ഉണ്ണിയപ്പം ചീനച്ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പരുവമാവും. അങ്ങനെ തുടരെ നമുക്ക് ഉണ്ണിയപ്പം പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പല ബാച്ചുകളായി പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം എല്ലാം വറുത്തു. ഒരു 60ഓളം ഉണ്ണിയപ്പം ഇത്രയും മാവ് കൊണ്ട് 2 അരി കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ എത്ര സോഫ്റ്റ് ആണ് ഈ ഉണ്ണിയപ്പം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.